ഹലോ ഫ്രണ്ട്സ്, ഓസ്ട്രേലിയൻ വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്ന് കേട്ടിട്ടുണ്ടോ? എങ്കിൽ കേട്ടോളൂ, ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഒരു ഹോളിഡേ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ? അതോടൊപ്പം തന്നെ വേണമെങ്കിൽ പഠിക്കാനും ജോലി ചെയ്യാനും കൂടെ അവസരം ഉണ്ടെങ്കിലോ? അപ്പോൾ അങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവൻ കാണുക. അതുപോലെ തന്നെ എന്നെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓസ്ട്രേലിയ ഒരു സ്വപ്ന രാജ്യം തന്നെയാണ് എല്ലാവർക്കും തന്നെ. അവിടെ എത്തിച്ചേരാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമായിട്ട് ഓസ്ട്രേലിയ 1000 വിസയാണ് അടുത്ത മാസം ഒക്ടോബർ മുതൽ തുറന്നു കൊടുക്കുന്നത്. അതിൻ്റെ പേരാണ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയായ പീയൂഷ് ഗോയൽ സെപ്റ്റംബർ 23 മുതൽ 26 വരെ നടത്തിയ ഓസ്ട്രേലിയൻ സന്ദർശനത്തിലാണ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്നൊരാശയം ഓസ്ട്രേലിയയും ഇന്ത്യയും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് കൊണ്ടുവരുന്നത്. ഇത് 2022 ഡിസംബറിൽ കൊണ്ടുവന്ന ഇന്ത്യ ഓസ്ട്രേലിയ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെൻറ്റ്, അതായത് AIECTA എന്ന ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്താണ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്ന് നമുക്ക് നോക്കാം. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമായ ഇന്ത്യൻ പൗരത്വം ഉള്ളവർക്കാണ് ഈ വിസയ്ക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതായത് ആപ്ലിക്കൻസിന് ഒരു വർഷം ഓസ്ട്രേലിയയിൽ ഒരേ സമയം തന്നെ ജോലി ചെയ്യാനും പഠിക്കാനും ഓസ്ട്രേലിയയിൽ ഹോളിഡേക്കും ഒക്കെ ആയിട്ട് 1000 മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് ഒരു വർഷത്തേക്കായിട്ട് കൊടുക്കുന്നത്. കൊള്ളാമല്ലേ സംഭവം? അപ്പോൾ ഈ പറയുന്ന വിസയ്ക്ക് എന്തൊക്കെയാണ് ഓസ്ട്രേലിയൻ നിയമം വഴി എലിജിബിലിറ്റി എന്ന് നോക്കാം. 1, 18നും 30 വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. 2, ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. 3, ഓസ്ട്രേലിയൻ ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തിരിക്കണം. 4, ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസം ഇതിനൊരു പ്രശ്നമേ അല്ല. 5, ഓസ്ട്രേലിയയിൽ ഒരു വർഷത്തേക്കുള്ള ചിലവിൻ്റെ കാശ് ബാങ്കിൽ കാണിച്ചിരിക്കണം. 6, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അത് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചിരിക്കും. പിന്നെ ഈ ഓസ്ട്രേലിയൻ വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത്. അതിനായി വേണ്ട ഡോക്യുമെൻറ്റ്സും വിസ ഫീസും ബയോമെട്രിക് അപ്പോയിൻമെൻറ്റ്സും എല്ലാം അറ്റൻഡ് ചെയ്ത് വിസ ഡിസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് പറയാം. 1, ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് വെബ്സൈറ്റിൽ കയറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ 2, ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ. നിങ്ങളുടെ പാസ്പോർട്ടിൽ മിനിമം 6 മാസമെങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഹെൽത്ത് ഡിക്ലറേഷൻ. നിങ്ങൾക്കുള്ള ഹെൽത്ത് പ്രോബ്ലംസ് അവിടെ ഡിക്ലെയർ ചെയ്യണം. അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുമാണ്. പിന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ റെലവൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും അവർ ആവശ്യപ്പെടുന്ന പോലെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. 3, ഫിനാൻഷ്യൽ എവിഡൻസ്. നിങ്ങൾ ഓസ്ട്രേലിയയിൽ നിൽക്കുന്ന അത്രയും നാളത്തേക്കുള്ള എക്സ്പെൻസസ് നിങ്ങൾ അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. അത് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആയോ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്സ് ആയോ അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് അതർ സോഴ്സ് ഓഫ് ഇൻകം ആയോ ഒക്കെ കാണിക്കാവുന്നതാണ്. 4, വിസ ഫീ. അത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് വിസ ഫീസ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ അടച്ചിരിക്കണം. പിന്നെ 5, ബയോമെട്രിക് ഇൻഫർമേഷൻ. ഒരു വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിലോ ഓസ്ട്രേലിയൻ എംബസിയിലോ അല്ലെങ്കിൽ കോൺസുലേറ്റിലോ ചെന്നാണ് നമ്മൾ ബയോമെട്രിക് ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ്സും ഫോട്ടോഗ്രാഫ്സും എല്ലാം. പിന്നെ 6, പ്രോസസ്സിങ് ടൈം. ഇത് എത്ര പേര് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആപ്ലിക്കേഷൻ്റെ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. എത്രയും പെട്ടെന്ന് എളുപ്പമായിട്ട് കിട്ടാനും അത് സഹായിക്കുന്നതായിരിക്കും. പിന്നെ 7, വിസ ഗ്രാൻറ്റ് ഓർ റെഫ്യൂസൽ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓസ്ട്രേലിയൻ അതോറിറ്റി വിലയിരുത്തി അവരുടെ തീരുമാനം അറിയിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ എങ്ങാനും വിസ റെഫ്യൂസൽ ആണെങ്കിൽ പോലും അതെന്തുകൊണ്ടാണെന്നുള്ള കാരണം അവർ
വ്യക്തമായിട്ട് ആ വിസ റിഫ്യൂസൽ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഓസ്ട്രേലിയൻ വർക്ക് ആൻഡ് ഹോളിഡേ വിസയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, അതായത് ഇന്ത്യയിലുള്ള യങ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള കൾച്ചറൽ ആൻഡ് എക്കണോമിക്കൽ റിലേഷൻഷിപ്പ് ശക്തിപ്പെടുത്താനും ഒക്കെയാണ് ഈ വർക്ക് ആൻഡ് ഹോളിഡേ വിസയുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പിന്നെ വേറെ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ വീഡിയോ മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.